ഉഡിയൻ്റെ ഡേയ്സ് ഉഡിയൻ ഇൻവെസ്റ്റേഴ്സ് സിയാദ് ഇലിഗൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടൊക്കെ നമുക്ക് കടക്കാം. അങ്ങനെ ബ്രൂട്ടലി സെൽ ഓഫ് ഇന്ന് ഏറെ നാളുകൾക്ക് ശേഷം കണ്ടു. നിഫ്റ്റി വീണ്ടും 26,000 താഴെ പോയി. എല്ലാ ഇന്ന് സെക്ടറും റെഡിൽ ക്ലോസ് ചെയ്തത് മാത്രമല്ല BSEയിൽ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 7 lakh crores വൈപ്പ് ഔട്ടായി പോയി. ഒരു സിംഗിൾ ഡേ കൊണ്ട് സെൻസെക്സ് 600 പോയിന്റിലേറെ ഫോൾ രേഖപ്പെടുത്തി. ഇൻഡിഗോ ക്രാഷ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സർവീസ് വലിയ തോതിൽ റദ്ദാക്കി. ഇന്ന് മിഡ് ക്യാപ്പിൽ കുറച്ച് പോസിറ്റീവ് ന്യൂസുള്ള, നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്ത കുറച്ച് ന്യൂസുള്ള അശോക് ബിൽഡ്കോൺ ഇന്ന് അവർക്ക് ഒരു ഓർഡർ കിട്ടിയിരുന്നു. സ്റ്റോക്ക് ഇന്ന് 2% ഒരു റാലി രേഖപ്പെടുത്തി. അങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള കുറച്ച് മിഡ് ക്യാപ്പുകളുടെ ഒരു പെർഫോമൻസ് മാറ്റി നിർത്തിയാൽ ഇന്ന് മൊത്തത്തിലൊരു വലിയൊരു സെൽ ഓഫാണ്. ഒരു റീട്രേസ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഒരേ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിന്ന് കണ്ടത്. ഒല പോലെയുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ അതിൻ്റെ IPO പ്രൈസിൽ നിന്നെല്ലാം തന്നെ താഴെ പോയി. ഓൾമോസ്റ്റ് ഒരു 60% മുകളിലൊക്കെ വില താഴെ പോയൊരു അവസ്ഥയിലാണ് ഉള്ളത്. എല്ലാ കമ്പനീസിലും ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ട്. ഈ നിഫ്റ്റിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇൻഡിഗോ കാണാൻ 8.3% ഫോളോ ചെയ്തു. ഭാരത് ഇലക്ട്രോണിക്സ് 5%, JSW സ്റ്റീൽ, ശ്രീറാം ഫിനാൻസ്, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ കമ്പനീസിൽ സിവിയർ സെൽ ഓഫ് കണ്ടു. ഇന്ന് നിഫ്റ്റിനെ പിടിച്ചു നിർത്തിയത് ടെക്കം ആണ്. ടെക്കം പോലെയുള്ള HCL ടെക് പോലെയുള്ള കുറച്ച് സ്റ്റോക്കുകൾ മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. നിഫ്റ്റി തന്നെ കാണാൻ സാധിക്കും ഓപ്പണിംഗ് റേഞ്ച്, അതിനുശേഷം ഒരു റീട്രേസ്മെൻ്റ് ഇല്ലാതെ ഘട്ടം ഘട്ടമായി സ്റ്റെപ്പ് പോലെ താഴേക്ക് ഇറങ്ങി അവസാനം 25,932 നിഫ്റ്റിയുടെ ക്ലോസ് ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോഴും ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ഇന്ന് മൂന്നാമത് നോക്കുകയാണെങ്കിൽ ഡോ ഫ്യൂച്ചർ 8% ഫ്ലാറ്റാണ്. വ്യാഴാഴ്ചയാണ് US നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ വരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളുടെ RBI റേറ്റ് കട്ട് ഉണ്ടായിട്ട് പോലും മാർക്കറ്റ് അത് പോസിറ്റീവ് ആയിരുന്നില്ല. അപ്പോൾ ബിറ്റ്കോയിൻ ഒരു മൂവ്മെൻറ്റ് കാണുന്നുണ്ട്, 92,000 എത്തി നിൽക്കുന്നുണ്ട്. ബ്രന്റ് ഓയിൽ 63, ഗോൾഡ് ഇന്ന് $8 ഉയർന്ന് 4,208 $6 ആയിട്ടുണ്ട്. ഓസ്ട്രേലിയ കാണാം 10 പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തി. ചൈന പോസിറ്റീവായിരുന്നു, കോസ്പി കൊറിയ പോസിറ്റീവായിരുന്നു, നിക്കി ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. ഇന്ന് ഇന്ത്യ വിക്സ് ഒരു ദിവസം കൊണ്ട് 7% സ്പൈക്ക് ചെയ്ത് 11 ആയിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡാക്സ്, CSE 40, FTSE യൂറോപ്യൻ മാർക്കറ്റാണ്. അതും നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെ തുടർന്ന് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 26,000 എന്ന് പറയുന്ന ഒരു ബാലിക റാമല അത് കയറാൻ പറ്റാത്ത നിലയിൽ നിൽക്കുകയാണ്. ഇതിനു മുമ്പും പല റേഞ്ചുകൾ അങ്ങനെയായിരുന്നു. 25,000 അങ്ങനെയായിരുന്നു, 24,000 എന്നാൽ പെട്ടെന്ന് കടന്നുപോയി. അപ്പോൾ ഓരോ നിഫ്റ്റി ഓൾ ടൈം ഹൈ ആണല്ലോ 26,300. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫ്രഷ് ബൈയിങ് ഉണ്ടാവണം. ഫ്രഷ് ബൈയിങ് ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്? സ്വാഭാവികമായിട്ടും FISൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. FIS ഒരു തീവ്രമായ സെല്ലിംഗ് മോഡിലേക്ക് പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ സെല്ലേഴ്സ് തന്നെയാണ്. അവർ ബൈ മോഡിലേക്ക് പോകുമ്പോഴാണ് നിഫ്റ്റി ഓരോ ഉയരങ്ങൾ താണ്ടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ FISൻ്റെ ഭാഗത്തു നിന്നുള്ള പങ്കാളിത്തം മാർക്കറ്റിന് വളരെയധികം ആവശ്യകത ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഫിനാൻഷ്യൽ കോണ്ടൻറ്റുകൾ അവിടെ ഇടുന്നുണ്ട്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ ഇൻസ്റ്റാ അക്കൗണ്ടിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഞാനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ ഞാൻ അവിടെ പങ്കുവെക്കാറുമുണ്ട്. ആദ്യ വാർത്തയിലേക്ക് പോകുമ്പോൾ IPO ആണ്. IPO ക്രോണ റെമിഡീസ് IPO ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. 27% ഫസ്റ്റ് ഡേ തന്നെ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. വക്ഫിറ്റ് IPO ഏകദേശം 12% സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. മീഷോയുടെ എല്ലാം തന്നെ അലോട്ട്മെൻറ്റ് ഇന്ന് ആകും. ട്രാൻസ്റെയിൽ കമ്പനി 822 കോടി രൂപയുടെ ഒരു ഓർഡർ അവർക്ക് ലഭിച്ചു എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. വെൽസ്പൻ കമ്പനിക്ക് 1,265 കോടി രൂപയുടെ ഓർഡർ സൗദി വാട്ടർ അതോറിറ്റി സ്റ്റീൽ പൈപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. സിയൻഡ് കമ്പനി നവിറ്റാസ് എന്ന് പറയുന്ന ഒരു കമ്പനി 70 ആയിട്ട് ഒരു പുതിയ ലോങ് ടൈം പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തു. ഡൈനാമാറ്റിക് കമ്പനി ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്ത ന്യൂസാണ്. 9% റാലി ഉണ്ടായിരുന്നു. ഇവർ ഡാറ്റ്സാൾട്ട് ഏവിയേഷനായിട്ട് പുതിയ ഒരു മാനുഫാക്ചറിങ് ഫാൽക്കൺ 6X അവർ മാനുഫാക്ചർ ചെയ്യുന്ന തീരുമാനം എത്തി. ടാറ്റ മോട്ടേഴ്സ് ഇവരുടെ സിയാറൊക്കെ ഡിമാൻഡുകൾ ഏറുകയാണെന്ന് കമ്പനി അഭിപ്രായപ്പെട്ടു. കാപ്ലിൻ പോയിൻ്റ് കമ്പനി ഇവരുടെ സബ്സിഡിയറി കമ്പനിക്ക് US നിന്ന് ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. ഡോക്ടർ റെഡ്ഡി കമ്പനി ഇവർ ഇമറ്റിപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ക്യാൻസർ തെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ള ബിസിനസ്സുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. ടാറ്റ കൺസ്യൂമർ കമ്പനി 20,000 കോടി രൂപയുടെ റവന്യൂ ആണ് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ കണ്ടിരുന്നു ഈ സ്റ്റാർബക്സിൻ്റെ എല്ലാം തന്നെ
കോഫിയുടെ വില കുറയ്ക്കുകയാണെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ടാറ്റ കൺസ്യൂമർ, ടാറ്റ സ്റ്റാർബക്സും ജോയിൻറ്റ് വെഞ്ചറായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. PVP വെഞ്ചേഴ്സ് കമ്പനി ഇവിടെ CFO റിസൈൻ ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. അദാനി എൻ്റർപ്രൈസസ് കമ്പനി $25 ബില്യൺ റുപ്പീസ് തെലങ്കാനയിൽ ഇവരുടെ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനായിട്ട് കമ്പനി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. HCL ടെക് കമ്പനി ഡോൾഫിനായിട്ട് ഒരു പുതിയ ബിസിനസ് ചെയ്യുന്നു എന്നുള്ള ന്യൂസ്. LIC കമ്പനിയുടെ പ്രീമിയം 158 ബില്യണായിട്ട് റീച്ച് ചെയ്തു. ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 35% ഒരു വർധനവ്. M&M പുതിയ SUV XUV 7XO അവർ ലോഞ്ച് ചെയ്യുകയാണ്. ജാനുവരി 5 ഇവരുടെ അതവർ ലോഞ്ച് ചെയ്യും. ഇതൊക്കെയാണ് ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. അപ്പോൾ ന്യൂസുകൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് മാർക്കറ്റ് ഇടിഞ്ഞാലും മാർക്കറ്റ് കയറിയാലും അത് തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ വിപണിയിലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും പരമാവധി ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. കാരണം നിരന്തരം നമ്മൾ മാർക്കറ്റിലെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനലെത്തിക്കാൻ നമ്മളെയും ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.